നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർകോട്ടെ ഓൺലൈൻ സ്ഥാപനം മറയാക്കി വ്യാജരേഖകൾ നിർമ്മിച്ച സംഘത്തിലെ സൂത്രധാരനെ അറസ്റ്റ് ചെയ്തു. പുറത്തുവിട്ടത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ചിത്താരി നടപ്പാലം തകർന്നത് വൻ ക്രമക്കേട് മൂലം. ഇല്ലാതായത് ഒരു ഗ്രാമത്തിന്റെ സ്വപ്നങ്ങൾ. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്ന കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് ഇനി പുതിയ കെട്ടിടം. കാഞ്ഞങ്ങാട് കൂളിയങ്കാലിൽ വൻ പാൻ മസാല വേട്ട. പിടികൂടിയത് 1000-ഓളം പാക്കറ്റുകൾ. ഓർമ്മകൾ പകർത്തി UBMCയിലെ കുട്ടികൾ. കൈയെഴുത്തു മാസിക പ്രകാശനം നടന്നു. കൃഷിയെ കൈവിടാതെ മോഹനനും ബാലകൃഷ്ണനും. തീയർപ്പാലത്തെ വയലിൽ സഹോദരങ്ങൾ നെൽകൃഷി ഇറക്കി. ജംബോ സർക്കസിൽ കലാങ്കാൻ താരമാകുന്നു. വാർത്തകൾ വിശദമായി. കാസർകോട്ടെ ഓൺലൈൻ സ്ഥാപനം മറയാക്കി വ്യാജരേഖകൾ നിർമ്മിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ബദിയടുക്ക സ്വദേശി റഫീഖ് കേലോട്ടാണ് അറസ്റ്റിലായത്. കാസർകോട്ടെ ഓൺലൈൻ സ്ഥാപനത്തെ മറയാക്കി വ്യാജരേഖകൾ നിർമ്മിക്കുന്ന സംഘമാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. ബദിയടുക്ക സ്വദേശി റഫീഖ് കോളാട്ടിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് വ്യാജരേഖ നിർമ്മാണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. സർക്കാർ മുദ്രയുള്ള വ്യാജ മണൽ പാസ് ഉണ്ടാക്കിയതിനാണ് റഫീഖിനെ അറസ്റ്റ് ചെയ്തതെങ്കിലും ഞെട്ടിപ്പിക്കുന്ന ഒട്ടേറെ വിവരങ്ങൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാൾ അറസ്റ്റിലായത്. പുതിയ ഫേസ്ബുക്ക് അക്കൗണ്ട് നിർമ്മിച്ച് ഒമാനിലാണെന്ന് സ്റ്റാറ്റസ് ഇട്ട ശേഷം ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് റഫീഖ് അറസ്റ്റിലായത്. ഹോസ്ദുർഗ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയതിന് പിന്നാലെയാണ് എമിഗ്രേഷൻ വിഭാഗം റഫീഖിനെ അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ജില്ലയിൽ വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകിയതിന് വിവിധ കേസുകളിലായി 200-ഓളം പേരെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പലരും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളെ മറയാക്കിയാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ അറസ്റ്റിലായ റഫീഖ് കേളോട്ട് മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം ജനറൽ സെക്രട്ടറിയും കാസർഗോഡ് അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയുമാണ്. വ്യാജ മണൽ പാസ് കേസിൽ MSF നേതാക്കളായ 2 പേരെ ഇനിയും പിടികൂടാനുണ്ട്. അതേസമയം അന്യസംസ്ഥാന സർവകലാശാലകളുടെ സർട്ടിഫിക്കറ്റുകളും കാസർഗോഡ് സമ്പന്നരായ നിരവധി പേർക്ക് ഓണററി ഡോക്ടറേറ്റും ഉൾപ്പെടെ റഫീഖിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയതായാണ് വിവരം. റഫീഖ് കേളോട്ട് അന്നു മുതൽ തന്നെ അയാൾ ഒളിയിൽ പോയതാണ്. അയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ എയർപോർട്ടുകൾ കൊടുക്കുകയും അയാൾ കഴിഞ്ഞ 31-ന് ഗൾഫിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിൽ നെടുമ്പാശ്ശേരി വെച്ച് അയാൾ പിടിക്കപ്പെടുകയുണ്ടായി. ഇന്നലെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കൂടാതെ ഈ റഫീഖ് കേളോട്ടിൻ്റെ വീട് കഴിഞ്ഞ ആഴ്ച റെയ്ഡ് ചെയ്യുന്ന സമയത്ത് വ്യാജ മണലുമായി ബന്ധപ്പെട്ട് അതിൽ ഉപയോഗിക്കുന്ന വ്യാജ സീല് അവിടുന്ന് വീട്ടിൽ നിന്ന് സീസ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഈ മണൽ സംവിധാനത്തിന് ഭയങ്കരമായ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലാണ് ഇവരുടെ പ്രവർത്തനം. ഇതിൽ കൂടുതൽ പ്രതികളെക്കുറിച്ചും കാര്യങ്ങളെല്ലാം തുടരന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റുകളും നിർമ്മിക്കുന്നതിനിടെ കാഞ്ഞങ്ങാട് പിടിയിലായ രമേശനുമായി റഫീഖിനും സംഘത്തിനും ബന്ധമുണ്ടോ എന്നും കേസന്വേഷിക്കുന്ന പ്രത്യേക സംഘം പരിശോധിക്കുന്നുണ്ട്. മുത്തപ്പനാർക്കാവിലെ വാടക ക്വാർട്ടേഴ്സിനോട് ചേർന്ന മുറിയിലാണ് രമേശൻ വ്യാജരേഖകൾ നിർമ്മിച്ചിരുന്നത്. ഇവിടെ നിന്നും നിരവധി വ്യാജ പാസ്പോർട്ടുകളാണ് പോലീസ് കണ്ടെത്തിയത്. വ്യാജരേഖ നിർമ്മാണത്തിൽ പങ്കാളിയായ കൂടുതൽ പേർ പിടിയിലാകുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചിത്താരിപ്പുഴയ്ക്ക് കുറുകെ മാട്ടുമലിൽ നിർമ്മിച്ച പാലത്തിൽ നടന്നത് വൻ ക്രമക്കേട്. പാലം നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസെടുത്തു. 2008-ൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്താരി നടപ്പാലമാണ് ബലക്ഷയം മൂലം തകർന്നു വീഴാറായിരിക്കുന്നത്. കോൺക്രീറ്റ് തൂണുകളുടെ വ്യാസം കുറച്ചതാണ് തകർച്ചയ്ക്ക് ഇടയാക്കിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 40 മീറ്റർ വ്യാസം വേണ്ട തൂണുകൾക്ക് 30 സെന്റിമീറ്റർ കുറച്ചതാണ് തകർച്ചയ്ക്ക് കാരണമായതെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. പാലം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ചീഫ് എഞ്ചിനീയറായിരുന്ന ഷെയ്ഖ് ഫരീദ് ക്രമക്കേട് കാട്ടിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഹാർബർ വിഭാഗത്തിലെ മറ്റ് ഉദ്യോഗസ്ഥർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പാലത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കാസർഗോഡ് സ്വദേശി CM അബ്ദുൾ ഖാദർ, ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപുരാജ്, രവീന്ദ്രൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് മാത്യു എന്നിവർക്കെതിരെയുമാണ് വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. ഒരു പ്രദേശത്തിന്റെ ഏറെക്കാലത്തെ ആഗ്രഹമായ നടപ്പാലമാണ് ഉദ്യോഗസ്ഥരുടെ അഴിമതി മൂലം ഇല്ലാതായത്. ഈ പാലത്തിന്റെ പല പില്ലറുകളും ഈ അഴിമുഖത്തിനടുത്തായതുകൊണ്ട് ഒഴുക്കിൽപ്പെട്ട് ഈ ഫില്ലറുകൾ അമർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈനംദിനം മാസങ്ങൾക്കകം ഇതിനെ ഫില്ലറുകൾ അതിൻ്റെ കോൺട്രാക്ടർ വന്ന് ശരിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട്
ഈ പാലം മാറ്റി നേരത്തെ പ്രഖ്യാപിച്ച കളക്ടറടക്കം വന്ന് മന്ത്രിമാരടക്കം വന്ന് ഈ ആക്ഷൻ കമ്മിറ്റി അടക്കം തീരുമാനിച്ച നിർദ്ദിഷ്ട സ്ഥലത്ത് തന്നെ ഒരു ഗതാഗത യോഗ്യമായ പാലം അനുവദിക്കുകയും സുനാമി പോലുള്ള ആപത്ഘട്ടങ്ങളിൽ ഈ പുഴയുടെ മധ്യഭാഗത്തായി തന്നെ ഒരു പാലം വരികയും ചെയ്താൽ മാത്രമേ എല്ലാവർക്കും അത് ഉപകാരപ്രദമാകുകയുള്ളൂ എന്നാണ് നാട്ടുകാരുടെ മുഴുവൻ ആളുകളുടെയും അഭിപ്രായം. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്ന കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. 3 നിലയിലുള്ള ബ്ലോക്കാണ് നിർമ്മിക്കുന്നത്. അസൗകര്യങ്ങളും ചോർച്ചയും കൊണ്ട് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. 3 നിലകളോടുകൂടിയ ബ്ലോക്കാണ് നിർമ്മിക്കുന്നത്. 73 ലക്ഷം രൂപ ചെലവിട്ട് ലോകബാങ്ക് സഹായത്തോടെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പുതിയ കെട്ടിടം ഒരുങ്ങുന്നതോടെ ഓഫീസ് പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് അധികൃതർ പറയുന്നത്. മഴക്കാലത്ത് ചോർച്ചയുള്ള പഴയ കെട്ടിടമാണ് ഇതിനായി പൊളിച്ചു നിൽക്കുന്നത്. 1972 കാലഘട്ടത്തിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കെ മാധവന്റെ കാലത്താണ് കെട്ടിടം നിർമ്മിച്ചത്. ടെൻഡർ നടപടി പൂർത്തിയാക്കിയ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 6 മാസത്തിനകം പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നഗരസഭയുടെ പഴയ ബ്ലോക്ക് പൊളിച്ചു കെട്ടാനുള്ള തീരുമാനം നേരത്തെ കൈക്കൊള്ളതാണെങ്കിലും ഇത് സാങ്കേതികങ്ങളായ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വളരെ കാലതാമസം നേരിട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ പോലും വളരെ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് അടുത്ത കാലത്തായി ഇവിടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ നഗരസഭ സ്വീകരിച്ച് അതിനടിസ്ഥാനത്തിൽ പഴയ ബ്ലോക്ക് പൊളിക്കുന്ന പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയായാലും ഈ ഭരണസഭയുടെ കാലത്ത് തന്നെ ഏകദേശം 73 ലക്ഷം രൂപയാണ് ഇതിൻ്റെ 1ാം ഘട്ട പ്രവർത്തനത്തിനായി നീക്കിവെച്ചിരിക്കുന്നത്. ഇത് പണി പൂർത്തിയാകുമ്പോൾ ഏകദേശം 1 കോടി രൂപയോളം ചിലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ ഭരണസഭയുടെ കാലത്ത് തന്നെ ഇതിൻ്റെ പണി പൂർത്തിയാക്കിക്കൊണ്ട് ഇത് പൊതുജനങ്ങൾക്കും അതുപോലെ ജീവനക്കാർക്കും തുടങ്ങി കൊടുക്കാൻ ആവശ്യമായ സാഹചര്യം നഗരസഭയുടെ ഭാഗത്തുണ്ടാവും എന്ന് പൊതുജനങ്ങൾ ഉറപ്പു നൽകാൻ. കാഞ്ഞങ്ങാട് കൂളിയങ്കാലിൽ നിന്ന് പാൻ മസാലകൾ പിടിച്ചെടുത്തു. ഒരാൾ അറസ്റ്റിൽ. നിരോധിക്കപ്പെട്ട പാൻ മസാലകളുടെ ശേഖരം പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തു. കൂളിയങ്കാലിലെ ഒരു മുറിക്കുള്ളിൽ നിന്നുമാണ് 1000-ഓളം വരുന്ന പാൻ മസാല പാക്കറ്റുകൾ പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂളിയങ്കാൽ സ്വദേശി സക്കറിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാൻ മസാല വിൽക്കുന്ന മറ്റ് സംഘങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. റെയ്ഡിന് അഡീഷണൽ SI പ്രഭാകരൻ നേതൃത്വമേകി. കൂളിയങ്കാല് പള്ളിയിലെടുത്ത് പാൻ മസാല കൂട്ടി രഹസ്യമായി വിൽക്കുന്നുണ്ടെന്ന വിവരം എനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പോയി കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. 5000 രൂപയോളം കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങി. മാവുങ്കാൽ BJP ഓഫീസിൽ അജാനൂർ പഞ്ചായത്ത് തല ക്യാമ്പിന് തുടക്കമായി. ജില്ലയിൽ BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. BJPയുടെ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാവുങ്കാൽ BJP ഓഫീസ് വിളിച്ച് അജാനൂർ പഞ്ചായത്ത് തല ക്യാമ്പയിൻ തുടങ്ങി. മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടന പരിപാടിയിൽ റിട്ടയർഡ് ഹോണറബിൾ ക്യാപ്റ്റൻ കൃഷ്ണൻ, റിട്ടയർഡ് CRPF ഇൻസ്പെക്ടർ V നാരായണൻ, റിട്ടയർഡ് CRPF നായക് TV ഹരിദാസ്, പ്രമുഖ വ്യാപാരി ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ, P അബ്ദുള്ള, K കരീം, PK പ്രദീപ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. BJP അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K രവീന്ദ്രൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് തമ്പാൻ, വാർഡംഗം ബാലകൃഷ്ണൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്താനെത്തിയവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. മെമ്പർഷിപ്പ് വിതരണ പരിപാടി M തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മറ്റെല്ലാ പാർട്ടികളും കൂടി ഐക്യംകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ. കേരളത്തിലെ നമ്മുടെ സംഘടനയുടെ വളർച്ച ഇഞ്ചോടിഞ്ച് പോരാട്ടിക്കൂടാതെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം എല്ലാ ഭാഗങ്ങളിൽ നിന്നും, മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന്, എല്ലാ ഭാഗങ്ങളിൽ നിന്നും പാർട്ടിയെ അടിച്ചമർത്തിക്കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് നമ്മളെ പ്രവർത്തനം തടയാൻ വേണ്ടിയിട്ടില്ലേ സർക്കാർ നിയമങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും എല്ലാം കൂടി നമ്മളെ നശിപ്പിക്കാനും ഈ പ്രവർത്തനം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടും നമ്മളെ പ്രവർത്തനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്തും ഓരോ ഇഞ്ചും നമ്മൾ പോരാടിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കൊത്തിക്കാൽ രാമകൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി സുനിൽ നന്ദിയും പറഞ്ഞു. വാർഡംഗങ്ങളായ ചഞ്ചലാക്ഷി, സുമംഗല, ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് സുധാകരൻ പള്ളോട്ട്, ബൂത്ത് സെക്രട്ടറി പുഷ്പൻ, രാംനഗർ ബൂത്ത് പ്രസിഡന്റ് ഗംഗാധരൻ, പഞ്ചായത്ത് ട്രഷറർ PK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വമേകി. ബൈത്തൂർ റഹ്മയുടെ തണലിൽ കാറ്റാടിയിലെ പാറ്റയ്ക്ക് വീടൊരുങ്ങി. ബൈത്തൂർ റഹ്മ കാരുണ പ്രവർത്തനത്തിൽ മാതൃകയാവുന്നു. അജാനൂർ പഞ്ചായത്ത് 17-ാം വാർഡ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്ന 7 ബൈത്തൂർ റഹ്മകളിലൊന്ന് പാറ്റയ്ക്കാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. ദാരിദ്ര്യം കൊണ്ട് വിവാഹം പോലും നടക്കാതെ ഏകാന്ത ജീവിതം നയിക്കുന്ന ഈ 57-കാരി സഹോദരന്റെ കാരുണ്യത്തിലാണ് അവരുടെ വീട്ടിൽ കഴിഞ്ഞു വരുന്നത്. ഇവരുടെ വിഷമം കണ്ടറിഞ്ഞാണ് ഇവർക്ക് ബൈത്തൂർ റഹ്മ നൽകാൻ തീരുമാനിച്ചത്. പാറ്റയുടെ വീടിന്റെ കട്ടില വെക്കൽ കർമ്മം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് നിർവഹിച്ചു.
പഞ്ചായത്ത് മെമ്പർ CH മുഹമ്മദ് കുഞ്ഞി, വാർഡ് ലീഗ് പ്രസിഡന്റ് കോപ്പട്ടി മുഹമ്മദ്, കൊത്തിക്കാൽ ജമാഅത്ത് ജനറൽ സെക്രട്ടറി KM ഹമീദ്, അബ്ദുള്ള മുട്ടുന്തല, KMCC നേതാക്കളായ കാസിം പാലായി, A ഇബ്രാഹിം, K അബ്ബാസ്, K അബ്ദുള്ള, കൊത്തിക്കാൽ അബ്ദുള്ള, പാറ്റയുടെ സഹോദരൻ K കുട്ട്യൻ, മഹേഷ്, കോരൻ മുതലായവർ സംബന്ധിച്ചു. കാസർഗോഡ് ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് മിസ്റ്റർ കാസർഗോഡ് അമ്പലത്തറയിൽ വെച്ച് നടക്കും. ജനുവരി 10-നാണ് മത്സരം നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് മിസ്റ്റർ കാസർഗോഡ് 2014-15 ജനുവരി 10-ന് അമ്പലത്തറയിൽ വെച്ച് നടക്കും. 2014-15 വർഷത്തെ കാസർഗോഡ് ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് കാസർഗോഡ് ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെയും ഫിറ്റ്നസ് പ്ലാനറ്റ് ജിംനേഷ്യത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. അമ്പലത്തറ GVHS ഓഡിറ്റോറിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തിലുള്ള ഏക ചാമ്പ്യൻഷിപ്പാണിത്. 2014-15 വർഷത്തെ സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ മിസ്റ്റർ കാസർഗോഡിനെ ഈ മത്സരത്തിൽ തെരഞ്ഞെടുക്കപ്പെടും. ജില്ലയിലെ 30-ൽ പരം ജിംനേഷ്യങ്ങളിൽ നിന്നായി 250ഓളം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. മത്സര ജേതാക്കൾക്ക് 1 ലക്ഷത്തിൽ പരം രൂപയുടെ ക്യാഷ് അവാർഡുകൾ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2014-15 വർഷത്തെ കാസർഗോഡ് ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് ജനുവരി 10-ന് കാസർഗോഡ് ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെയും അതോടൊപ്പം ഫിറ്റ്നസ് പ്ലാനറ്റ് ജിംനാഷ്യത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇപ്രാവശ്യം ഈ ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടുന്നത്. സ്ഥലം നിശ്ചയിച്ചിരിക്കുന്ന അമ്പലത്തറ GVHS ഓഡിറ്റോറിയത്തിലാണ്. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടുള്ള ഏക ചാമ്പ്യൻഷിപ്പാണ് അമ്പലത്തറയിൽ വെച്ച് നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ, സെക്രട്ടറി പ്രൊഫസർ P രഘുനാഥ്, മനോജ് അമ്പലത്തറ, P നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അച്ഛന്റെ പാത പിന്തുടർന്ന് മക്കളും കൃഷിയിടത്തിലിറങ്ങി. മടിക്കൈ തീയർപ്പാലം മോഹനനും ബാലകൃഷ്ണനുമാണ് നെൽകൃഷി ഇറക്കാൻ രംഗത്തിറങ്ങിയത്. പരിസര പ്രദേശങ്ങളിലെ വയലുകളെല്ലാം തരിശിടുമ്പോഴാണ് തീയർപ്പാലത്തെ പന്നിക്കാട് വയലിൽ മോഹനും ബാലകൃഷ്ണനും നെൽകൃഷി ഇറക്കി മാതൃകയാവുന്നത്. മികച്ച കർഷകനായിരുന്ന പരേതനായ കുഞ്ഞിക്കോട്ടന്റെ മക്കളാണ് മോഹനും ബാലകൃഷ്ണനും. നിലവിൽ പന്നിക്കാട് വയലിൽ ഏക്കർ കണക്കിന് കൃഷിയിടമാണ് തരിശിട്ടിരിക്കുന്നത്. വർഷകാലത്ത് വെള്ളം കയറുന്നതാണ് ഭൂരിഭാഗം കർഷകരെയും നെൽകൃഷിയിൽ നിന്നും പിന്നോട്ടടിപ്പിക്കുന്നത്. 2 ഏക്കർ വയലിലാണ് മോഹനും ബാലകൃഷ്ണനും നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. നാടൻ വിത്തനമായ 90 ആനാണ് വിതച്ചത്. ഒത്തുചേർന്ന അധ്വാനത്തിലൂടെ കൃഷിയിൽ 100 മേനി വിളയിക്കാനാണ് ഇവരുടെ തീരുമാനം. കൃഷിയെല്ലാം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്നെല്ലാം മതിയാക്കി വന്ന് ഇപ്പോൾ കൃഷിയുടെ കാര്യങ്ങളിൽ അറിഞ്ഞ്, അപ്പോൾ കൃഷി നഷ്ടമൊന്നുമില്ല, എന്തായിട്ടും ലാഭം. എന്തായാലും കൃഷിയിലേക്ക് ഇറങ്ങണം, അവർക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കണം. അതുപോലെ ഞാൻ ഇപ്പോൾ വന്നതിന് ശേഷം അത് ഇവിടെ ജനകീയ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ബാക്കി എല്ലാ സഹകരണവും നമുക്കുണ്ട്. കൃഷിനെ മറന്നുകൂടാ. അച്ഛൻ മട്ട് മുതലേ 10-20 വർഷമായിട്ട് കൃഷി എടുത്ത്. കൃഷി നഷ്ടമൊന്നുമില്ല, കൃഷിയിൽ ലാഭമാണെന്നുള്ളത്. നമ്മളെല്ലാവരും കൃഷിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നാണ് പറയാനില്ലേ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വെള്ളമെല്ലാം അണക്കെട്ടിൻ്റെ പലയിട്ടുകൊണ്ട് ഇപ്പോൾ വെള്ളം പൊന്തിയോണ്ട് കൃഷി എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ട്. എന്നാലും നമ്മൾ ഇപ്രാവശ്യം കൃഷി എടുക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ പാരമ്പര്യം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി എടുക്കുന്നത്. 10 വർഷക്കാലം ഗൾഫ് ജോലിയിൽ ഏർപ്പെട്ട മോഹന് പഴയകാല കൃഷി രീതിയിലൂടെ കൃഷിയിൽ സജീവമാകാനാണ് താല്പര്യം. ജനകീയ സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തനം കൂടിയായ മോഹന് സുഹൃത്തുക്കളുടെ പ്രോത്സാഹനവും കൃഷിയിൽ ലഭിക്കുന്നുണ്ട്. ക്യാമറമാൻ ദിനേശോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ഓർമ്മയിൽ തെളിഞ്ഞത് കുട്ടികൾ പകർത്തിയപ്പോൾ അത് മികച്ച കയ്യെഴുത്തു മാസികയായി. കാഞ്ഞങ്ങാട് UBMCയിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കയ്യെഴുത്തു മാസിക തയ്യാറാക്കിയത്. 4ാം തരത്തിലെ പുറപ്പാട് എന്ന പാഠത്തിലെ ആത്മകഥ എഴുതാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കുട്ടികൾ അനുഭവക്കുറിപ്പ് തയ്യാറാക്കിയത്. കുട്ടികളുടെ അനുഭവങ്ങൾ പകർത്തിയെഴുതിയ രചനകളെ കോർത്തിണക്കിയാണ് കയ്യെഴുത്ത് മാസിക തയ്യാറാക്കിയത്. കയ്യെഴുത്ത് മാസികയ്ക്ക് കുട്ടികൾ തന്നെയാണ് കവറും തയ്യാറാക്കിയിരിക്കുന്നത്. 4ാം തരത്തിലെ ആബിത്തും ശങ്കർ ആർഭട്ടും ചേർന്നാണ് കവർ ചിത്രം ഒരുക്കിയത്. ഓരോ കുട്ടിക്കും ആത്മകഥ എഴുതാനുള്ള പ്രചോദനമാണ് ഈ കയ്യെഴുത്ത് മാസികയിലൂടെ ലഭിക്കുന്നത്. കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനം PTA പ്രസിഡന്റ് സുകുമാരൻ പൂച്ചക്കാട് നിർവഹിച്ചു. 4ാം ക്ലാസ് സിയിലെ കുരുന്നു മനസ്സുകൾ അവരുടെ ഓർമ്മക്കുറിപ്പുകൾ തയ്യാറാക്കി ശ്രീമതി ബിനു ടീച്ചർ തയ്യാറാക്കിയ ആ പുസ്തകം ഇവിടെ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. എന്തുവന്നാലും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ ആത്മകഥകൾ തയ്യാറാക്കിക്കൊണ്ട് പുസ്തകം നമ്മുടെ സ്കൂളിൽ നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
ഈ പുസ്തകം വരുംകാലങ്ങളിൽ നമ്മുടെ മറ്റു ക്ലാസുകളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മറ്റു വിദ്യാലയങ്ങൾക്കും മാതൃകയാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഈ ഓർമ്മക്കുറിപ്പുകൾ തയ്യാറാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. PTA വൈസ് പ്രസിഡന്റ് AV ഗോപി കോട്ടച്ചേരി കയ്യെഴുത്ത് മാസിക ഏറ്റുവാങ്ങി. ഹെഡ്മാസ്റ്റർ PV ചന്ദ്രൻ, മദർ PTA പ്രസിഡന്റ് KA നിഷ, DV മോഹനൻ എന്നിവർ സംസാരിച്ചു. അപ്പോൾ മുതിർന്നവർക്കും പ്രശസ്തരായ വ്യക്തികൾക്കും മാത്രമല്ല ചെറിയ കുട്ടികൾക്കും അവരുടെ ജീവിതത്തിലെ സംഭവങ്ങൾ ഉൾപ്പെടുത്തി ആത്മകഥ എഴുതാൻ പറ്റും എന്ന ഒരു ധാരണ കുട്ടികളിൽ ഉണ്ടാക്കാൻ ഈ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും അവർക്ക് പറ്റിയിട്ടുള്ള അപകടമായാലും പിന്നെ അവരിപ്പോൾ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം അവർ കണ്ട വെള്ളപ്പൊക്കം ആയാലും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, അമ്മയ്ക്കുണ്ടായ അസുഖം, അച്ഛൻ്റെ മരണം, അങ്ങനെ ഒരുപാട് അവർക്ക് മറക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ഉൾപ്പെടുത്തി അവർ തയ്യാറാക്കിയ മാസികയാണ് ഇത്. അതിലെനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന് മുഖചിത്രവും പിൻകവറും വരച്ചിരിക്കുന്നത് എന്റെ ക്ലാസ്സിലെ കുട്ടികളായ ആദിത്യനും ശങ്കറുമാണ്. ഉയരത്തിലല്ല കാര്യം, കലാംഗനാണ് താരം. ജംബോ സർക്കസിലൂടെ പ്രസിദ്ധിയുടെ ഉയരങ്ങൾ കീഴടക്കിയ കലാംഗന്റെ ജീവിതത്തിലേക്ക്. 58 വയസ്സായ കലാം ഖാൻ ബീഹാറിലെ ഗോപാൽഗഞ്ച് ജില്ലയിലാണ് ജനിച്ചത്. മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ മണ്ഡലമായിരുന്നു ഇത്. 13-ാം വയസ്സിലായിരുന്നു ഇദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. ആദ്യം വീനസ് സർക്കസിലും പിന്നീട് പനാമ സർക്കസിലും പ്രവർത്തിച്ചു. ജംബോ സർക്കസിന് തുടക്കം മുതൽ തന്നെ അദ്ദേഹം ഈ ട്രൂപ്പിൽ അംഗമായിരുന്നു. സ്പ്രിംഗ് നെറ്റ്, പലക അക്രോബാറ്റ്, കാർ ഫാർസ്, ബോക്സിംഗ്, കോമഡി എന്നീ ഇനങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 13-ാം വയസ്സിൽ സർക്കസ് അദ്ദേഹത്തിന്റെ നാട്ടിൽ വന്നപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും അറിയാതെ അദ്ദേഹം സർക്കസിൽ ചേരുകയായിരുന്നു. അന്ന് സർക്കസിന്റെ രാജകീയ കാലമായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ തന്നെ ക്ലൗൺ വേഷം ധരിക്കുന്ന ഏറ്റവും മികച്ച കുള്ളനായി അറിയപ്പെടുന്ന ആളാണ് കലാം ഖാൻ. അദ്ദേഹത്തിന്റെ ഉയരം 3.5 അടിയാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള പ്രകൃതവും ഉല്ലാസവും സന്തോഷവും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു വിസിറ്റിംഗ് കാർഡ് കൂടിയില്ലാതെ ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ വീട്ടിൽ അദ്ദേഹം കയറി ചെന്നത്. ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ മുഹൂർത്തം അമിതാഭ് ബച്ചനെ കൂലി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് ബാംഗ്ലൂരിൽ വെച്ച് കണ്ടുമുട്ടിയതാണെന്ന് അദ്ദേഹം പറയുന്നു. ഉയരം കുറഞ്ഞതിനാൽ അമിതാഭ് ബച്ചനെ കലാം ഖാൻ ഏണിയിൽ കയറി നിന്നാണ് ക്ഷയിക്കാൻ കൊടുത്തത്. കലാം ഖാനെ ഇഷ്ടപ്പെട്ട അമിതാഭ് ബച്ചൻ അദ്ദേഹത്തെ സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിച്ചു. പക്ഷേ കലാം ഖാൻ അത് നിരസിച്ചു. കാരണം സർക്കസ് വീട്ടിലുള്ള ജീവിതം അദ്ദേഹത്തിന് ചിന്തിക്കാനേ പറ്റില്ലായിരുന്നു. കലാം ഖാനുമൊത്തുള്ള ആൽബത്തിൽ ഐശ്വര്യ റായി, കരീന കപൂർ, ഹേമ മാലിനി, ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, കൃതിക് റോഷൻ, അമരീഷ് പുരി, അനിൽ കപൂർ, ധർമ്മേന്ദ്ര, ജാക്കി ഷറൂഫ്, രാജേന്ദ്രകുമാർ, ജിതേന്ദ്ര, സുനിൽ ദത്ത്, സഞ്ജയ് ദത്ത് തുടങ്ങി ഒട്ടേറെ പ്രമുഖ താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട്ടെത്തിയ ജംബോ സർക്കസിലും കലാം ഖാൻ തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ആതുര സേവനത്തിലെ പുതിയ മുഖവുമായി ഏളേരിത്തട്ട് ഗവൺമെന്റ് കോളേജ് യൂണിയൻ. കുട്ടികൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തിരഞ്ഞെടുത്തത് ചിറ്റാരിക്കൽ വൈസ് നിവാസിലെ അന്തേവാസികളെ. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായാണ് എളരിത്തട്ട് EK നായനാർ സ്മാരക ഗവൺമെന്റ് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ അരി വിതരണം നടന്നത്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം P ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹത്തിന്റെ പുതുനാമ്പുകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയാണ് ഈ എളേരിത്തട്ട് നായനാർ കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയന്റെ നേതൃത്വത്തിൽ നിങ്ങളെല്ലാവരും ഇവരെ ഇവിടെ കാട്ടിക്കൊടുക്കുന്നത്. അത് നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകും. കോളേജ് യൂണിയൻ ചെയർമാൻ AS അരുൺ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പാൾ ഡോക്ടർ PM ഇസ്മയിൽ ആമുഖഭാഷണം നടത്തി. ചിറ്റാരിക്കാൽ വൈസ് നിവാസിലെ 25ഓളം വരുന്ന അന്തേവാസികൾക്ക് 50 കിലോഗ്രാം അരി വീതമാണ് നൽകിയത്. ആതുര സേവനത്തിന്റെ പുതിയ മുഖമായി ജീവകാരുണ്യ പ്രവർത്തനത്തിനിറങ്ങിയ കോളേജ് യൂണിയൻ എല്ലാ മാസവും ഇത് തുടരാനാണ് തീരുമാനിച്ചത്. TK ജനാർദ്ദനൻ, ഡോക്ടർ N കരുണാകരൻ, ജിൻസ് ജോസഫ്, ഗോപി, PC രോഹിണി, C സന്തോഷ്, വിജയൻ, സന്ദീപ്, രജീഷ് വെള്ളാട്ട്, T രജിത്ത്, MV രതീഷ് എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി MK പ്രണബ് സ്വാഗതവും പ്രജിത പ്രദീപ് നന്ദിയും പറഞ്ഞു. അണങ്കൂർ മുതൽ പച്ചക്കാട് തുരുത്തിപ്പാലം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് INLന്റെ നേതൃത്വത്തിൽ അണങ്കൂർ ധർണാ സമരം നടത്തി. INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം സമരം ഉദ്ഘാടനം ചെയ്തു. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഓരോ ദിവസവും ഈ പ്രദേശത്തെ ജനങ്ങൾ കാസർഗോഡ് മുനിസിപ്പൽ അധികൃതരോടും ബന്ധപ്പെട്ട ആളുകളോടും ആവശ്യപ്പെടുകയാണ്. ജനങ്ങൾ ഒന്നടങ്കം ദുരിതമനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ
ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ തുരുത്തി ശാഖാ കമ്മിറ്റി ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അനീഫ് തുരുത്തി അധ്യക്ഷത വഹിച്ചു. മൊയ്തീൻ ഹാജി ചാല, മുസ്തഫ തോരവളപ്പ്, CMA ജലീൽ, M ഷെരീഫ്, അൻവർ മാങ്ങാടൻ, ഹൈദർ കുളങ്ങര, നൌഷാദ്, സിദ്ദിഖ് ചേരങ്കൈ, അനീഫ് കടപ്രം, അഷ്റഫ് തുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പിലിക്കൈ വനശാസ്താക്കാവ് പ്രതിഷ്ഠാദിന മഹോത്സവം 2015 ജനുവരി 27 നടക്കും. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. ഉപ്പിലിക്കൈ വനശാസ്താക്കാവ് പ്രതിഷ്ഠാദിന ഉത്സവം ജനുവരി 27 നടക്കും. തന്ത്രി മേക്കാട്ടിലത്ത് കേശവ പട്ടേരിയുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന ഉത്സവം നടക്കുന്നത്. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. തെക്കേ വീട്ടിൽ ജാനകി അമ്മയിൽ നിന്നും കാവ് പ്രസിഡന്റ് വിജയൻ ഉപ്പിലിക്കൈ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. തുടർന്ന് കൃഷ്ണൻ പണയിൽ, കൃഷ്ണൻ കമ്പനി വളപ്പ്, വേണു കുറ്റ്യാന്തോൽ, ശ്രീദേവി അമ്മ വൈത്താടി എന്നിവരും ഫണ്ടുകൾ കൈമാറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർകോട്ടെ ഓൺലൈൻ സ്ഥാപനം മറയാക്കി വ്യാജരേഖകൾ നിർമ്മിച്ച സംഘത്തിലെ സൂത്രധാരനെ അറസ്റ്റ് ചെയ്തു. പുറത്തുവിട്ടത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ചിത്താരി നടപ്പാലം തകർന്നത് വൻ ക്രമക്കേട് മൂലം. ഇല്ലാതായത് ഒരു ഗ്രാമത്തിന്റെ സ്വപ്നങ്ങൾ. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്ന കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് ഇനി പുതിയ കെട്ടിടം. കാഞ്ഞങ്ങാട് കൂളിയങ്കാലിൽ വൻ പാൻ മസാല വേട്ട. പിടികൂടിയത് 1000ഓളം പാക്കറ്റുകൾ. ഓർമ്മകൾ പകർത്തി UBMCയിലെ കുട്ടികൾ. കൈയെഴുത്തു മാസിക പ്രകാശനം നടന്നു. കൃഷിയെ കൈവിടാതെ മോഹനനും ബാലകൃഷ്ണനും. തീയർപ്പാലത്തെ വയലിൽ സഹോദരങ്ങൾ നെൽകൃഷി ഇറക്കി. ജംബോ സർക്കസിൽ കലാങ്കാൻ താരമാകുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.